അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളർന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനിക്ക് പരിശുദ്ധമായ ഖുർആനുമായി വലിയ ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത്. ഖുർആനിലെ ഓരോ ആയത്തുകളും എവിടെ, എപ്പോൾ, എങ്ങനെ ഇറങ്ങി എന്ന വിഷയത്തെക്കുറിച്ച് അവിടത്തേക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, സലൂനി അൻ കിതാബില്ലാഹി ഫഇന്നഹു ലൈസ ഫീഹി മിൻ ആയത്തിൻ ഇല്ലാ വഖദ് അറഫ്തു ബിലൈലിൻ നസലത് അം ബിനഹാരിൻ ഫീ സഹലിൻ ഔ ഫീ ജബലിൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് എന്തിനെ കുറിച്ചും എന്നോട് ചോദിച്ചോളൂ. അതിൽ ഓരോ ആയത്തും മലമുകളിലാണോ, സമതല പ്രദേശത്താണോ, രാത്രിയിലാണോ, പകലിലാണോ അവതീർണമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്ന്. ഈ വൈജ്ഞാനികമായ ഒരു ആഴവും പരപ്പും കണ്ടിട്ടാവണം ഒരിക്കൽ യമനിൽ നിന്ന് വന്ന ഒരു സംഘം ഞങ്ങൾക്ക് ഖുർആനും ദീനി വിധിവിലക്കുകളും പഠിപ്പിച്ചു തരാൻ ഒരാളെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ അവർക്കൊപ്പം പറഞ്ഞയക്കുന്നത്. അവിടുന്ന് ഭരണാധികാരിയായ ശേഷം ആളുകളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കും, ദുർബലരെ സഹായിക്കും, വഴി തെറ്റിയവർക്ക് വഴി കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ആളുകളുമായി സമ്പർക്കം നടത്തുന്ന ഈ ഒരു സമയത്തും അവിടുന്ന് ജനങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹ എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് അവിടുന്ന് വല്ലാതെ ഓതിക്കൊടുക്കുമായിരുന്നു. അറബികളല്ലാത്ത ആളുകൾ ഖുർആനിനെ തെറ്റായി പാരായണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആണ് അദ്ദേഹം തൻ്റെ ശിഷ്യനായ അബുൽ അസ്വദ് ദ്വലിയോട് അറബിക് ഗ്രാമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിലെ നിയമങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ഖുർആൻ പഠിക്കുമ്പോഴുണ്ടാവേണ്ട ഇഖ്ലാസിനെ കുറിച്ച് ഒരിക്കൽ അവിടുന്ന് തൻ്റെ ശിഷ്യനോട് ഇപ്രകാരം പറയുന്നുണ്ട്: നിനക്ക് ആയുസ് ഉണ്ടാവുകയാണെങ്കിൽ ഖുർആൻ ഓതുന്ന 3 തരം ആളുകളെ നിനക്ക് കാണാൻ കഴിയും. അതിലൊരു വിഭാഗം അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചിട്ടാണ് ഓതുന്നത്, മറ്റൊരു വിഭാഗം തർക്കിക്കാൻ വേണ്ടിയിട്ടും, വേറൊരു വിഭാഗം ദുനിയാവ് ഉദ്ദേശിച്ചിട്ട് കൊണ്ടുമാണ് ഖുർആൻ പഠിക്കുന്നതെന്ന്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്ത വലിയൊരു വ്യക്തിത്വമായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ മഹത്തായ ജീവിതത്തിൽ നമുക്ക് വലിയ പാഠമുണ്ട്. മഹാന്മാരായ സ്വഹാബാക്കൾ പരിശുദ്ധ ഖുർആനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തതുപോലെ, അവർ ഖുർആനിനെ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ നാം ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.